വിവിധ ചലച്ചിത്രമേളകളിൽ തണുപ്പെന്ന സിനിമയിലൂടെ ദാദാസാഹേബ് ഫാൽക്കെ ജൂറി പുരസ്കാരം നേടിയ ഇരിട്ടി നേരമ്പോക്ക് സ്വദേശി രാകേഷ് നാരായണന് ജന്മനാടിന്റെ സ്നേഹാദരം. കീഴൂർ മഹാദേവ ക്ഷേത്ര ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങ് ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാർ തന്നെയായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ ഇരിട്ടി പ്രദേശത്തെ പേരുകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. കണ്ണൂർ ജില്ലയിൽ തന്നെ എത്രയെത്ര ചലച്ചിത്ര പ്രവർത്തകർ ഈ സമീപകാലത്ത് ഏറ്റവും മികച്ച സിനിമകൾ സംഭാവന ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ രാകേഷ് നിങ്ങളുടെ എല്ലാം അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോൾ ഞാനും ആ സന്തോഷത്തിൽ ഭാഗവാക്കാണ്. രാകേഷിന്റെ സഹോദരൻ രജീഷ് ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിലെ സഹപാഠിയും കൂടാതെ മാഗസിൻ്റെ എഡിറ്ററുമായിരുന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. രജീഷ് മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. നല്ല കലാകാരൻ. യൂണിവേഴ്സിറ്റി തലത്തിൽ ഉൾപ്പെടെ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു. ഇവിടെ രജീഷ് നിൽക്കുകയാണ്. ഒരുപാട് മികച്ച ചലച്ചിത്ര പ്രവർത്തകരായി ഈ നാട്ടിൽ ഇനിയും ആളുകൾ ഉണ്ടാവേണ്ടുന്ന സമയത്ത് വിവേക് ഇവിടെ ഇരിക്കുകയാണ്. വിവേകിനോട് ഞാൻ പറയേണ്ടത്, ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ജൂനിയറായിട്ടുള്ള വിവേക് എന്നെ കൈയും പിടിച്ചാണെങ്കിൽ നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നടന്നു വരാറുണ്ടായിരുന്നു. മനയും പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. വിവേകിന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സുനിലിനെ പോലുള്ള ആളുകൾ ഇവിടെ വേദിയിലിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടിന്റെ സംഭാവനകളായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. സിനിമാ നിരൂപകൻ VK ജോസഫ് മുഖ്യാതിഥിയായി. കൗൺസിലർമാരായ K നന്ദനൻ, PP ജയലക്ഷ്മി, P രഘു, ഫെബ്ക ഡയറക്ടർ ബോർഡ് അംഗം ബൈജുരാജ് ചേകവർ, നീരജ സിനിമയുടെ സംവിധായകൻ രാജേഷ് K രാമൻ, മാധ്യമപ്രവർത്തകനും തണുപ്പിലെ ഗാനരചയിതാവുമായ വിവേക് മുഴക്കുന്ന, നിർമ്മാതാവ് അനു അനന്തൻ, M പ്രതാപൻ, ഹരീന്ദ്രൻ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. രാകേഷ് നാരായണൻ മറുപടി പ്രസംഗം നടത്തി. അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് തുക വേദിയിൽ വച്ച് നിർമ്മാതാവ് അനു അനന്തൻ രാകേഷ് നാരായണന് കൈമാറി. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ കലാവിരുന്നും കണ്ണൂർ നാട്ടറിവ് കലാവേദിയുടെ വായ്ത്താരി നാടൻ പാട്ടരങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.